ഹലോ മച്ചാമാർ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ടോപ്പ് 10 ആമസോൺ ലിവർ മോൺസ്റ്ററിനെ പറ്റിയാണ്. നമുക്ക് എല്ലാത്തിനും ഒന്ന് കാണാം. അവസാനത്തെ മീനെ കണ്ടെങ്കിൽ എന്തായാലും ഞെട്ടും. ആദ്യം നമ്മൾ കാണപ്പെടുക എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മൾ അരാപ്പൈമയാണ്. ലോകത്തിൽ ഏറ്റവും വലിപ്പം വയ്ക്കുന്ന രണ്ടാമത്തെ മീനാണ് അരാപ്പൈമ. ഏകദേശം 350 to 400 കിലോ വരെയാണ് വയ്ക്കുന്നത്. ഇത് കാണുന്ന നമ്മൾ ആമസോൺ ലിവറിലാണ്. ഇത് കൂടുതലും സർഫസ് ഫേസ് ഫിഷാണ്. കൂടുതലും കഴിക്കുന്ന മീറ്റ് ആണെങ്കിലും ഫ്രൂട്ട്സും കഴിക്കാറുണ്ട്. അധികം പേരൊക്കെ അറിയത്തില്ല. ഇത് നമ്മൾ കാറ്റുവയ്ക്കുള്ള മീനാണ്. ഇത് എയർ ബ്രീത്താണ്. ഇതിന് ലെൻസ് ഉണ്ട്, നമ്മൾ അലിക്കേറ്ററിനെ പോരാ. മച്ചാമാരെ, അടുത്ത് നമ്മളെ റെഡ് ബില്ലി പിരാനയാണ്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ടും ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന മീനാണ് റെഡ് ബില്ലി പിരാന. റെഡ് ബില്ലി പിരാനയിൽ തന്നെ 50 വെറൈറ്റി ഉണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചർ പിരാനയാണ് ഇത്. പക്ഷേ വലുപ്പത്തിൽ ചെറുതാണ്. നമ്മൾ അക്വേറിയം ഷോപ്പിൽ ഇപ്പോൾ കിട്ടും. പക്ഷേ ഇപ്പോൾ ലോക്കലി ബ്രീഡായതുകൊണ്ട് ഇപ്പോൾ പ്യുവർ ബ്രീഡല്ല കിട്ടുന്ന. ഇതിൻ്റെ ബൈറ്റ് ഫോഴ്സ് ആയിട്ട് 25 PSI ആണ് പെർ സ്ക്വയറിൽ. ഏകദേശം 500 ഉണ്ടെങ്കിൽ ഇത് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അറ്റാക്കിങ് ഒന്നുമില്ല. ഇതിൻ്റെ വേറെ ഡൂപ്പുണ്ട് പാക്കു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രിക് ഈലാണ്. മച്ചാമാർ, ഇത് ഡേഞ്ചറാണ്. നമ്മൾ കാറ്റുവച്ചിൽ ഇതില്ല. പക്ഷേ യൂറോപ്യൻ കാറ്റുവച്ചിൽ ഇതുണ്ട്. ഏകദേശം 300 to 800 ഓട്ട് വരെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മളെ കാറ്റുവച്ചിൽ ഇതില്ല. എക്സ്പോർട്ട് ചെയ്യാൻ വരാൻ പണ്ട് പാടാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പാക്കുവാണ്. നമ്മൾ പറഞ്ഞ പിരാനിൻ്റെ ഡൂപ്പാണ് ഈ മീൻ. ഇത് പിരാനെക്കാട്ടി നല്ല വലിപ്പം വയ്ക്കും. പക്ഷേ ഇത് മറ്റ് മീനെപ്പോലെ നോ വെജ് അല്ല, ഇത് പ്യുവർ വെജിറ്റേറിയനാണ്. നമുക്കറിയാം ആപ്പിൾ അങ്ങനത്തെ ഫ്രൂട്ട്സാണ് ഇത് കൂടുതലും കഴിക്കുന്നത്. നമ്മളെ കാറ്റിവിറ്റിയിൽ ഇതിൽ എല്ലാവരും നോ വെജൊക്കെ കൊടുക്കും. പക്ഷേ നല്ലതിന് ഫ്രൂട്ട്സ് കൊടുക്കാനാണ്. കൂടുതലും ഹെൽത്തി ആയിരിക്കുന്ന ഫ്രൂട്ട്സ് കഴിക്കാൻ പാടുന്നത്. വെജിറ്റേറിയനാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പീക്കോ ബാസ് ആണ്. പീക്കോ ബാസ് തന്നെ 50 വെറൈറ്റി ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ടുള്ള വെറൈറ്റി ഓസിലറിസാണ്. ഇത് നമ്മളെ കിട്ടി 250 രൂപയ്ക്ക് നമുക്ക് പീസ് ഇപ്പോൾ കിട്ടി തുടങ്ങും. നമ്മളെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഏറ്റവും നല്ല അഗ്രസീവായിരിക്കും നല്ല ഇൻട്രാക്ട് ചെയ്യുന്നൊരു മീനാണ് പീക്കോ ബാസ്. ഇതിൽ തന്നെ വേറെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നിങ്ങളിലുള്ള വെറൈറ്റി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം മച്ചാമാർ. നമുക്കിത് മേടിക്കൊരു പ്ലാനുണ്ട്. നമുക്ക് നോക്കാം. ഭാവിയിൽ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നൊരു വെറൈറ്റി മീനാണ്. ഇതങ്ങനെ ആരും ഇതിനെപ്പറ്റി വീഡിയോ ഇട്ട് ഞാൻ കണ്ടില്ല. ഇതാണ് വാമ്പയർ ഫിഷ്. ഇത് നമ്മളെ പിരാനേൻ്റെ വർഗ്ഗത്തിൽ വരുന്നതാണ്. ബട്ട് പിരാനയല്ല. ഇത് കൂടുതലും നോ വെജാണ് കഴിക്കണം. പക്ഷേ ഇത് നമ്മളെ കാറ്റുവെച്ച് കൊണ്ടിട്ടാലും നമ്മൾ ഹ്യൂമനാക്കി ഇൻട്രാക്ട് ചെയ്യാൻ പാടാണ്. ഇത് ഷൈ ആണ് കുറച്ച്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മാറുമ്പോഴേ ഫുഡ് എടുക്കുകയുള്ളൂ. ഇത് പ്യുവർ നോ വെജ് തന്നെയാണ്. പണ്ട് അഗ്രസീവാണ്. അതിൽ ആദ്യത്തെ 2 പല്ലാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത നമ്മളാണ് സിൽവർ അരോണിയാണ്. നമ്മളൊക്കെ അറിയാം. നമുക്ക് ഡ്രാഗൺ ഫിഷ് എന്നൊക്കെ പറയും. നമ്മളെ കോമൺ ഷോപ്പിലേക്ക് കിട്ടും. ഇപ്പോൾ 1200 തൊട്ട് പീസ് കിട്ടി തുടങ്ങും. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ അൽബിരോ അരോണിനെ മേടിച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അതാകുമ്പോൾ നമുക്ക് പിന്നെ സെയിൽ ചെയ്യാൻ നല്ല പൈസ കിട്ടും. സിൽവർ അരോൺ നമുക്ക് അത്ര റവന്യൂ കിട്ടത്തില്ല നമ്മൾ സെയിൽ ചെയ്യുമ്പം. അടുത്ത നമ്മളാണ് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷാണ്. ഇത് പല്ലില്ലാത്തൊരു ക്യാറ്റ് ഫിഷാണ്. ആർക്കും അറിയത്തില്ല ഇതിന് പല്ലില്ല. നമ്മളിത് വളർത്തിയാണ് നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ ചാനലിൽ കയറി നോക്കണം മച്ചാമാർ. ഇത് ഏകദേശം 80 to 150 കിലോ വരെ വയ്ക്കും. കുളം ഇല്ലാതെ ഇതിനെ മേടിക്കില്ല. നമുക്ക് പണി കിട്ടിയതാണ്. നമുക്കിനി കുളം സെറ്റ് ചെയ്താലേ ഒക്കുള്ളൂ. ഇത് പ്യുവരെണ്ണം മേടിക്കണം നല്ലത്. ഇത് കമ്മ്യൂണിക്കാക്കി ഇടാൻ കൊള്ളാം. നല്ല മീനാണ്. അടുത്താണ് പിരൈബ. ഇത് നമ്മളെ അക്വേറിയം ഷോപ്പിലേക്ക് ഉണ്ട്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഏകദേശം 15K ആണ് ഏകദേശം പീസിനാണ് വില. ഏകദേശം 200 to 300 കിലോ വരെ വയ്ക്കും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന മീനാണ് മച്ചാന്മാർ. കുറച്ച് വെറൈറ്റി മീനാണ്. നമ്മൾ ആമസോണിൽ തന്നെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി മീനുകൾ ആരും കണ്ടത് കാണില്ല. ഇതാണ് ഗോളിയറ്റ് ടൈഗർ. നമ്മൾ ഒരുപാട് മോൺസ്റ്റർ ഫിഷ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മോൺസ്റ്റർ ഫിഷിനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ അക്വേറിയം ഷോപ്പിൽ ഇതിപ്പോൾ ഉണ്ട്. പക്ഷേ ഇത് സ്ലോ ഗ്രോത്താണ്. ഇതിങ്ങനെ ഒരു സൈസ് വയ്ക്കുകയാണെങ്കിൽ ശേഷം 3-4 കൊല്ലം കഴിയണം. മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മച്ചാമാരെ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.